പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പും സഹനവും തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടിപ്പായി തങ്ങളുടെ ഇടവക അംഗങ്ങളുടെയും സാധാരണക്കാരുടെയും ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കായി വേളാങ്കണ്ണി പള്ളി വികാരി സമർപ്പിച്ച പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ വിജയം. സ്വന്തമായി പണം മുടക്കി വാങ്ങിയ കിടപ്പാടം മറ്റുള്ളവർ കിരാത നിയമത്തിൻ്റെ പേരിൽ കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ പാവപ്പെട്ട കർഷകരും മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും നടത്തിയ സഹന സമരത്തിൻ്റെ ഫലപ്രാപ്തി എന്ന് തന്നെ പറയാം ഈ വിജയം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് അമെൻമെൻറ്റ് ആക്ട് 2025 180-ലേറെ ദിവസത്തെ വിവിധങ്ങളായ സമരരീതി പ്രായഭേദമന്യേ സമരപ്പന്തലിലും പുറം ലോകത്തും കാലാവസ്ഥയെ പരിഗണിക്കാതെ തൊഴിലും വേതനവും അവഗണിച്ച് ആവശ്യങ്ങളെ അത്യാവശ്യമായി കണക്കിലെടുത്ത് മുന്നേറിയ കൂട്ടായ്മയുടെ വിജയം. ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ മുന്നിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ഒന്നുമാത്രം: തങ്ങളുടെ കിടപ്പാടത്തിന് വിലങ്ങുതടിയായ പ്രതിസന്ധി മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥന. ഞങ്ങൾക്ക് 3 വർഷത്തിൽ മേലെയായി ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഞങ്ങൾ ഈ കരമടയ്ക്കാൻ പറ്റാതെയും ഈ സ്ഥലത്ത് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് ഈ കിടപ്പാടം ഒന്ന് തിരിച്ചു കിട്ടണമെന്നുള്ളതായിരുന്നു. അങ്ങനെ മാതാവിനോട് വളരെയധികം പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വഖഫിൻ്റെ ഭേദഗതി ബില്ല് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി സമാധാനത്തിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പം ഞങ്ങൾക്ക് ചെറിയതായിട്ടെങ്കിലും ഒരു സമാധാനമായിട്ട് നിൽക്കുന്നത്. ഈ ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഞങ്ങൾക്ക് കിടപ്പാട് ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. മാതാവിനോടുള്ള പ്രാർത്ഥനയും ഞങ്ങളത് തന്നെയാണ്. ആ പ്രത്യാശ സമരാഗ്നിയിൽ സമർപ്പിച്ച് മുന്നേറി വിജയം കൊയ്ത ഒരു പറ്റം ജനങ്ങളുടെ വിശ്വാസവും ഐക്യവും തെളിയിക്കുന്ന സാക്ഷ്യം. ഞങ്ങളുടെ ഈ ഭൂമി കൈവിട്ടു പോയതാണെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. ഞങ്ങളോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്കൊരു പിടുത്തവും കിട്ടിയില്ല. ഞങ്ങൾ അങ്ങനെ സമരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് വിജയം കിട്ടിയേക്കുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ സമരം തീർക്കണില്ല. ഞങ്ങൾക്ക് അവകാശങ്ങൾ തീർത്ത് ഞങ്ങൾക്ക് കിട്ടിയാലും ഞങ്ങൾ സമരം തുടങ്ങിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഞങ്ങൾ ഇന്നും സമരപ്പന്തലിൽ നിന്ന് ഇപ്പം ഇറങ്ങി ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ എന്ന് പറയാൻ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യം പിടിച്ചിട്ട് വേണം ഞങ്ങളുടെ ജീവിതങ്ങൾ നടക്കാനായിട്ട്. ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ നടത്താൻ പറ്റണില്ല. ജീവിതങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാനും പറ്റണില്ല. കടലിലൊന്നുമില്ല. അങ്ങനെയുള്ള ജീവിതത്തിലാണ് ഞങ്ങൾ ഇപ്പം മുന്നേറിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വകുപ്പ് തീർത്ത് തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ ഇന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഭൂമി പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഞങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചു പോയിരുന്ന ഒരു ഏരിയയാണ്. ഇത് കുറച്ച് കാലം മുമ്പായപ്പോൾ ഇതായ പ്രശ്നത്തിലേക്കായി. സഭാഷേട്ടൻ പറഞ്ഞ് ആളുടെ കൂട്ടി സമയം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചിന്ത എങ്ങനെയാണ്, മത്സ്യം പിടിക്കുന്ന തൊഴിലാളികളല്ലേ, അവർക്ക് ഇത്രയൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവുള്ളൂ, അവർക്ക് ഇത്ര കഴിവിലുണ്ടാവുള്ളൂ, ഞങ്ങളൊന്ന് നോക്കട്ടെ പറ്റിയത് നടക്കും എന്നുള്ള ഒരു ഒറ്റ ചിന്തകളോടെയാണ് അവർ ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ തെറ്റാണ്. ഇതുപോലെ അപകടത്തിൽ പോകുന്നതിൽ ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ സംഗതിയിൽ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ തളർന്നു പോയ ആൾക്കാരാണ്. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും
മറ്റെല്ലാ സൗകര്യങ്ങളും കൊണ്ടും അനേകം മനസ്സച്ചങ്ങളിൽ പങ്കെടുത്ത മക്കളുണ്ട്. വൈദികൻ, മറ്റാന്മാർ, എല്ലാവരും എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനം ഞങ്ങൾക്ക് കിട്ടി എന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിലും ഒരു ഉറപ്പില്ലാത്തൊരു സംഭവമുണ്ട്. കാരണം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടെല്ലാം കിട്ടാതെ ഞങ്ങൾ സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളിയല്ല, നല്ലൊരു പേർച്ചക്കാരൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്താണ്ട് നല്ല മനസ്സോടെ ഇതിനകത്ത് എതിരായിട്ട് നിൽക്കുന്നവർക്ക് നല്ല ബുദ്ധിയും സമാധാനം കൊടുത്ത് അവരെ നല്ല അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വഖഫ് ഭൂമിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. വഖഫ് ഭൂമി ആയിരുന്നില്ല ഞങ്ങളത്. ഇപ്പോൾ ഒരു ഇടക്കാലത്ത് വെച്ച് അവർ വന്ന് ഞങ്ങളുടെ ഭൂമി വഖഫാണെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങളിപ്പോൾ ഏകദേശം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയണത്. എല്ലാവരും അല്ല, BJP കേന്ദ്ര സർക്കാരും പറയണത്. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ റവന്യൂ രേഖകളൊന്നും ഇതേവരെയും ശരിയായിട്ടില്ല. എന്നാണ് ഞങ്ങൾക്ക് ഇനി ഭൂമി നഷ്ടപ്പെടുന്നത്, എന്നാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുക എന്ന് ഞങ്ങൾക്കറിയില്ല. അതിനുള്ള മറുപടി അധികാരികളാണ് ഞങ്ങളോട് പറയേണ്ടത്. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുമാറാണ് ഈശോയെ. ദൈവമേ, ഞങ്ങളുടെ സ്ഥലം ദൈവമേ, ഞങ്ങൾ വളരെ നാളുകൾക്ക് മുമ്പ് 2 വയസ്സുള്ളപ്പോൾ തുടങ്ങി ഞങ്ങളിവിടെ ഞാൻ താമസിക്കുകയാണ് ഈശോയെ. എനിക്ക് 69 വയസ്സ് തികയാൻ പോണേന്. ഈ നിമിഷമാണ് ഞങ്ങളിങ്ങനെ ഈ വകുപ്പിൻ്റെ പേരിൽ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് ഈശോയെ. അവിടെ നിന്നല്ലാതെ ഞങ്ങൾക്കാരുമില്ല ഈശോയെ. വാഗ്ദാനങ്ങൾ പലരും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ദൈവമേ ഇതുവരെ ഞങ്ങളുടെ കാര്യത്തിനൊരു നടപടിയും ആയിട്ടില്ല എന്നും അറിയുന്നുണ്ട് ഈശോയെ. എങ്കിലും അത് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾക്ക് എല്ലാം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇന്നും നിരാഹാര സമരത്തിലിരിക്കണമെന്ന് ഈശോയ്ക്ക് അറിയാം. ഞങ്ങൾ പറയാതെ തന്നെ ഈശോയ്ക്ക് അറിയാമല്ലോ ഈശോയെ. ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് സാധിച്ചു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാണ് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോയെ. ദൈവമേ, അവിടെ നിന്നല്ലാതെ ഞങ്ങൾക്കാരുമില്ല. അവിടെ നിന്ന് മനസ്സ് നിലച്ചാൽ ദൈവമേ ഞങ്ങൾ ധന്യരായി തീരുമല്ലോ ദൈവമേ. അന്വേഷിക്കാൻ കണ്ടെത്തും, മുട്ടും തുറക്കപ്പെടും, യാചിക്കും നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് അരുളി ചെയ്ത ഈശോയെ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുമാറാണ് എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നടക്കാനും കളിക്കാനും ആരുമില്ല ഈശോയെ. ദൈവമേ, ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർക്ക് ദൈവം നല്ല ധൈര്യം, ഉറപ്പും ബലവും കൊടുത്ത് അവർ സമ്പൂർണ്ണമായ വിജയത്തിലോട്ട് എത്തിച്ച് ഞങ്ങളുടെ കാര്യത്തിന് നടപടിയാക്കി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈശോയെ. 3.5 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ അവസരത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ മാതാവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. രണ്ട് 3 കൊല്ലമായി ഞങ്ങൾ മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഈ ഭൂമി പ്രശ്നത്തിന് വേണ്ടി നിത്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പൂർവികരായിട്ട് ഇവിടെ വന്ന് എല്ലാവരും പാർത്തവരാണ്. ഞങ്ങളെ ഇറക്കി വിടാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ടായി. ഞങ്ങൾ അത് മാതാവിനോടും ഈശോയോടും എന്നും കൊന്തിയോലി പ്രാർത്ഥിക്കണമായിരുന്നു. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ അനുവദിക്കരുത് ദൈവമേ, ഞങ്ങൾക്കൊരു വഴി വേറെ ഇല്ല. അതിനുവേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണമായിരുന്നു. ഞങ്ങളുടെ കാരണവന്മാരും അവര് ഇത്തല് വാരിയും കഷ്ടപ്പെട്ടും ഉണ്ടാക്കിയ മുതലാണ്. ഞങ്ങൾ വന്നവരാണ്. ഞങ്ങളുടെ കെട്ടിയന്മാര് ഇവിടെ പാർത്തവരാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഞങ്ങളുടെ കാരണവന്മാർ ഇത് മേടിച്ചത്. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ വൈദികരും ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് ഇതിനു വേണ്ടി കിടന്ന്. ഞാനാണെങ്കിൽ പാടില്ലാതിരിക്കണമായിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തിന് ഈ സമരം അറിഞ്ഞപ്പോൾ തുടങ്ങി മാതാവിനോട് 12 കൊന്തിയൊല്ലി നിരന്തരം അവിടെ ചെന്നിരിക്കാൻ പറ്റിയില്ലെങ്കിലും ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ ഒരിടവുമില്ല. അങ്ങനെ ഇവിടെ പോകാനാണ്. ഞങ്ങളുടെ മക്കൾക്ക് പാർക്കണ്ടേ. ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങളിവിടെ കൊണ്ടുവന്ന്
കെട്ടിച്ചുകൊണ്ട് പോയതല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ പോകാൻ പറ്റുമോ? ഞങ്ങൾ ഇവിടെ നിന്നല്ലാണ്ട് എവിടെ പോകാനാണ്? അപ്പൊ ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും മക്കളുടെ ഭാവിക്കും ഭീഷണിയായ വഖഫ് നിയമത്തിൻ്റെ അലകളിൽ ആടിയുലഞ്ഞ ജനജീവിതം. ഏറെയും മത്സ്യത്തൊഴിലാളികളായ മുനമ്പ നിവാസികൾ ഊണിലും ഉറക്കത്തിലും തൊഴിലിടങ്ങളിലും ഒരേ ഒരു പ്രാർത്ഥന മാത്രം അവർ മുന്നോട്ട് വെച്ചു: നിലനിൽപ്പിൻ്റെ പ്രത്യാശ. ഞാൻ ഈ 45ഓളം വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കടൽ ഞങ്ങളെ ഇതുവരെയും ചതിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി വന്നിരുന്ന കാലഘട്ടം പോയി. ഇപ്പോൾ ഞങ്ങൾ വളരെ ആദിയോടും വ്യാധിയോടും കൂടിയാണ് കരയിലേക്ക് വരുന്നത്. കരയിൽ വരുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഭാര്യയും എല്ലാം കിടന്നുറങ്ങുന്ന സ്ഥലം അത് ഞങ്ങൾക്ക് അന്യാധീനപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടിയോടുകൂടിയാണ് ഇന്ന് ഞങ്ങൾ വരുന്നത്. 10 ദിവസം 15 ദിവസം കടലിൽ കിടന്നാലും ഞങ്ങൾ ഇന്നുവരെ പേടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ പോറ്റമ്മയായ കടലമ്മ ഞങ്ങളെ സംരക്ഷിക്കും. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് അമ്മയുടെ സഹായം ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് കരയിലേക്ക് വരുമ്പോൾ നിമിഷത്തിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഭൂമി പ്രശ്നം അത് വളരെ കാലങ്ങളായി ഞങ്ങളുടെ പൂർവികർ താമസിച്ചിരുന്ന ആ വീട് ഇന്ന് അന്യാധീനപ്പെട്ടു പോകുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾ വളരെ കടലിൽ പോയി എത്ര തളർച്ച ഉണ്ടായാലും അതിനേക്കാൾ കൂടുതൽ തളർച്ചയോടും വേദനയോടും മാനസിക ദുഃഖത്തോടും കൂടിയാണ് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവാം. ഞങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ ഉപരി മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ അവരുടെ സഹായത്തിൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളും കൊച്ചുങ്ങളുമെല്ലാം വഴിയാധാരമായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ ഭൂമി പ്രശ്നം ഏറ്റവും എളുപ്പത്തിൽ ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങളുടെ കയ്യിലേക്ക് വീണ്ടും പൂർവ്വ രീതിയിൽ ആയിത്തീരുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട്. കൃത്യമായും ഞങ്ങളുടെ പള്ളി, ഞങ്ങൾ വേളാങ്കണ്ണി പള്ളി ആ മാതാവിൽ ആശ്രയിക്കുന്നു. ആ മാതാവ്, ആ അമ്മ ഞങ്ങളുടെ കടലമ്മയെ പോലെ തന്നെ, ഞങ്ങളുടെ പോറ്റമ്മയെ പോലെ തന്നെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഇന്ന് ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളെ നിലനിർത്തുന്നത്. മത്സ്യത്തൊഴിലാളികളെ എന്നും കഷ്ടപ്പാടുകളിലും ദാരിദ്ര്യത്തിലുമായിരിക്കും. എപ്പോഴും ഞങ്ങൾ ഒരിക്കലും ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. കാലങ്ങളായി ഞങ്ങൾ പല രക്ഷാപ്രവർത്തനങ്ങളും ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോഴും മറ്റുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തെങ്ങിൻ്റെ മുകളിൽ വരെയും വെള്ളം കയറിയിരുന്ന, തെങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നവർ 2 നില 3 നില വീടുകളിൽ കയറിയിരിക്കുന്നവരെയൊക്കെ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതാണ് എന്നും മത്സ്യത്തൊഴിലാളികളുടെ പാരമ്പര്യം. ആ പാരമ്പര്യം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഞങ്ങൾക്കിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ഭവനം പൂർവ്വസ്ഥിതിയിലാവുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ മത്സ്യബന്ധനം നടത്തുമ്പോഴും രാത്രി ഇവിടെ കിടക്കുമ്പോഴും ഒരു ധൈര്യമില്ലാതെ, മറ്റത് ഞങ്ങൾ എത്ര വന്നാലും കടലിൽ 10-15 ദിവസം കിടന്നാലും ഞങ്ങൾക്കൊരു വേദനയില്ല, വിഷമമില്ല. ഇന്ന് അത് ഞങ്ങളെ തളർത്തുകയാണ്. ഞങ്ങൾ ഉപജീവനത്തിനായി കടലിൽ ഞങ്ങളുടെ ജീവിതമാർഗം തേടി പോകുന്ന ഞങ്ങളുടെ അമ്മയുടെ കയ്യിലേപ്പിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ വീടിനും ഞങ്ങളുടെ കുട്ടികൾക്കും ഒരു സമാധാനത്തിന് വേണ്ടി ഞങ്ങളുടെ വർഷങ്ങളായി ഞങ്ങളുടെ കാരണന്മാർ എടുത്തു തന്ന സ്ഥലത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ കടലിൽ പോയി ഞങ്ങൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിവിടെ ഉണ്ടോന്നോ ഞങ്ങളുടെ ഭാര്യമാരിവിടെ ഉണ്ടോ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങളുടെ അപ്പൂപ്പനപ്പൂപ്പന്മാരുമായി താമസിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പുതിയൊരു ഞങ്ങൾക്ക് അറിയാൻ പാടാത്തൊരു പേരാണ് വന്നിരിക്കുന്നത്, വഖഫ്. ഈ വഖഫ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾ ഇതിക്ക് മുമ്പിൽ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയാനേ പാടില്ല. ഞങ്ങൾ അങ്ങനെ കടലിൽ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങൾ കുഞ്ഞുമക്കളും ഞങ്ങൾ കുടുംബത്തിലുണ്ടോയെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമായിരിക്കുള്ളൂ. ഞങ്ങൾ അത്രം പേടിച്ചാണ് ഞങ്ങളിവിടെ വരുന്നത്. ഈ കടലിൽ പോയി കടലിനോട് മെല്ലടിച്ച് വരുന്നത് ഞങ്ങൾ ഈ 5-6 ദിവസം കഴിഞ്ഞ് വരുന്നത് ഞങ്ങളെ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ജീവിക്കുന്ന മണ്ണ് ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കിരാത നിയമം വന്നേക്കുന്നതിന് ഞങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല.
മുനമ്പൻ ജനതയ്ക്ക് ഇനിയും കുറേ മുന്നേറാനുണ്ട്. കേന്ദ്ര നിയമം പ്രാവർത്തികമാക്കി തങ്ങളുടെ നഷ്ടപ്പെട്ട റവന്യൂ അധികാരം തിരികെ ലഭിക്കാൻ നിയമ പോരാട്ടം നടത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാന സർക്കാർ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉത്തരവിറക്കണം. അതിന് ഒട്ടും അമാന്തിക്കാൻ പാടില്ല. കാരണം പാവപ്പെട്ട 610 കുടുംബങ്ങളുടെ നിലനിൽപ്പിനെയാണ് ചോദ്യചിഹ്നമായി ഇവിടെ അവശേഷിക്കുന്നത്. കേന്ദ്ര സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും തികച്ചും ഇത് അവരുടെ വിജയമായി തന്നെ കാണാം. വിശ്വാസവും ഇച്ഛാശക്തിയും കോർത്തിണക്കി നിർമ്മിച്ച നിയമ ഭേദഗതി. മുനമ്പം ജനത നടത്തിയ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം വളരെ ആവേശം തോന്നുന്ന രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം നടപ്പിലാക്കണമെന്നൊരു തോന്നൽ കേന്ദ്ര ഗവൺമെന്റ് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു സമര പോരാട്ടങ്ങൾക്കാണ് ഈ മുനമ്പം ജനത, ഈ തീരദേശ ജനത ഇവിടെ നിന്ന് തുടക്കം കുറിച്ചത്. സ്വാഭാവികമായിട്ടും ഇന്നിവിടെ പല ആളുകളും പറയുന്നത് പോലെ ഇതൊരു മാതാവിന്റെ തിരുസന്നിധിയിൽ നടന്നു പോരുന്ന ഒരു ഐതിഹാസികമായ പോരാട്ടം, അവകാശ പോരാട്ടമാണിത്. പാവപ്പെട്ട ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, പാവപ്പെട്ട കൂലിവേല ചെയ്യുന്ന ആളുകൾ, സാധാരണ ജനജീവിതം, സാധാരണ ചിന്താധാരയുള്ള ഒരു സമൂഹം നടത്തിയ അവകാശ പോരാട്ടം സ്വാഭാവികമായിട്ടൊരു പള്ളിയങ്കണത്തിൽ നടത്തുമ്പോൾ അതിലൊരു പുരോഹിതൻ അല്ലെങ്കിൽ ഇവിടുത്തെ മതപുരോഹിതന്മാർ, സാമൂഹ്യ മണ്ഡലങ്ങളിലെ എല്ലാ ആളുകളും അതിന്റെ പിന്തുണ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദൈവികമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിനപ്പുറം മറുവശത്ത് കാണേണ്ടത് ഇവിടെ ഒരു ജനത അനുഭവിക്കുന്ന യാതനകൾ, ഒരു ജനത സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചു നടപ്പെടാൻ പോകുന്നു എന്നൊരു ബോധ്യം കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരണമെന്നൊരു ഇച്ഛാശക്തി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭേദഗതി നിയമത്തെ എതിർത്ത ആളുകൾ അല്ലെങ്കിൽ ഭേദഗതി നിയമത്തെ ഏതു വിധേനയും തുരങ്കം വെച്ച് മുൻപം ജനതയെ ഈ അവരുടെ പിറന്ന മണ്ണിൽ നിന്ന്, അവർ സ്വന്തമെന്ന് കരുതുന്ന അവരുടെ ഒരുപിടി മണ്ണിൽ നിന്ന് ഇറക്കിവിടാനുള്ള ആ ഒരു ശ്രമം സ്വാഭാവികമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, ലോകമെമ്പാടുമുള്ള ആളുകൾ, ഈ സമരത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾ, ഈ വഖഫിന്റെ അധിനിവേശത്തെ ചെറുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മുനമ്പം ജനതയ്ക്കൊപ്പം, ഈ തീരദേശവാസികൾക്കൊപ്പം നിലയുറപ്പിക്കുന്നത്. ഇത് അവകാശ പോരാട്ടമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ആളുകളും പറയുന്നത് പോലെ സ്വന്തം കാരണവന്മാർ, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം പൂർവികർ അന്തിയുറങ്ങുന്ന മണ്ണ്, സ്വന്തം മാതാവ് എന്നും അനുഗ്രഹം ചൊരിയുന്ന മണ്ണ്, ആ മണ്ണിൽ നിന്ന് ഞങ്ങൾ ആരെയും ആട്ടിപ്പായിക്കാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്, ഞങ്ങളെവിടെ നിന്ന് പോകില്ല എന്ന് ഉറച്ച ദൃഢവിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ ഈ ജനസമൂഹം ഈ വേളാങ്കണ്ണി മാതാവിന്റെ തിരുസന്നിധിയിൽ എന്നും ഒത്തുകൂടുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ ഇവർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മാതാവിന്റെ അനുഗ്രഹമുണ്ട്. അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത് നടപ്പിലാക്കണമെന്നുള്ളൊരു ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തി ഒരു മനുഷ്യൻ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രിയെ പോലെയുള്ള ഒരാൾ, അല്ലെങ്കിൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ BJP പോലെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതുപോലെയുള്ള ഇച്ഛാശക്തി തോന്നണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അല്ലെങ്കിൽ മാതാവിന്റെ ഒരു തോന്നിക്കൽ എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് സ്വീകാര്യമാണെന്നിരിക്കെ ഇനി എന്ത് എന്ന ചോദ്യവും സമസ്യയായി അവശേഷിക്കുന്നു. തങ്ങളുടെ റവന്യൂ അധികാരം, തങ്ങൾ താമസിക്കുന്ന വീടിനും പുരയിടത്തിനും ശാശ്വത പരിഹാരം, ക്രയവിക്രയ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ വായ്പകൾ, മക്കളെ കെട്ടിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം ഇവർക്ക് നഷ്ടപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളായി. അത് തിരികെ ലഭിക്കണം. അത് തിരികെ ലഭിക്കണമെങ്കിൽ നഷ്ടപ്പെട്ടുപോയ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. അതാര് നൽകും? ആ നിയമത്തിൻ്റെ പിന്നിൽ സംസ്ഥാന സർക്കാർ വേണ്ടത്ര കരുതലുകളോടെ ഇവരെ സഹായിക്കാൻ മുന്നോട്ടിറങ്ങും. വൈദികരും തീരദേശവാസികളും പകലന്തിയോളം മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പരിണിത ഫലമാണ് ദൈവം ഇവർക്കായി നൽകിയ ഈ ആശ്വാസം എന്നതിൽ തെല്ലും ആശങ്കയില്ല.
ഇത്രയും നടത്തിയ ദൈവം സമരമുഖത്ത് നിന്ന് പൂർണ്ണ സമാധാനത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ നയിക്കുമെന്നുള്ളതിൽ ഒട്ടും സംശയമില്ല. അതാണ് മുനമ്പൻ ജനതയുടെ പ്രതീക്ഷയും പ്രത്യാശയും.